ഹായ് ഫ്രണ്ട്സ്, PSC വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ INC സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. INC സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവരാൻ തീർച്ചയായും അതും കൂടി കാണുക കേട്ടോ. നമ്മുടെ ചാനലിലെ PSC വീഡിയോയിൽ LDCയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: PK മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം. PK മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? 1923 കാക്കിനട സമ്മേളനമാണ് PK മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. 1923 കാക്കിനട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? മൗലാന മുഹമ്മദ് അലി. അടുത്ത ക്വസ്റ്റ്യൻ: INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? INC പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ: മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം ഏതാണ്? മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനാവുന്ന INC സമ്മേളനം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? PK മാധവൻ ഐത്തോചാടനം അവതരിപ്പിച്ച INC സമ്മേളനം 1923 കാക്കിനട സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് INC പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ: INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനത്തിലൂടെയാണ് INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? സരോജിനി നായിഡു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം ഏതാണ്? സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനമാണ് സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? MA അൻസാരിയാണ്. MA അൻസാരിയാണ് 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയ സമ്മേളനം ഏതു തന്നെയാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. അതുകൂടി നോക്കാം. സരോജിനി നായിഡു INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? MA അൻസാരിയാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച
INC സമ്മേളനം ഏതാണ്? മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. 1931 വേദി കറാച്ചി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? നെല്ലി സെൻ ഗുപ്തയാണ്. പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന INC വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1933 കൊൽക്കത്ത സമ്മേളനം. 1933 കൊൽക്കത്ത സമ്മേളനമാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം 1934 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1934 ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷൻ ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു? ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം 1933 കൊൽക്കത്ത സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1935 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം 1936 ടു 1937 ഫൈസ്പൂർ സമ്മേളനമാണ്. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച സമ്മേളനം 1936 ടു 1937 വരെയുള്ള ഫൈസ്പൂർ സമ്മേളനമാണ്. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനമാണ് 1938 ഹരിപുര സമ്മേളനം. 1938 ഹരിപുര സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനമാണ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനം. കൂടി നോക്കാം. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം 1936 ടു 1937 വരെ നടന്നിട്ടുള്ള ഫൈസ്പൂർ സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം 1938 ഹരിപുര സമ്മേളനം. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ആദ്യ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ആദ്യ സമ്മേളനം 1942 ബോംബെ സമ്മേളനമാണ്. 1942 ബോംബെ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്.
മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ്. വർഷം 1946. വേദി മീററ്റാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം 1948 ജയ്പൂർ സമ്മേളനം. അധ്യക്ഷനാരാണ്? പട്ടാഭി സീതാരാമയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. എങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് പട്ടാഭി സീതാരാമയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചിട്ടുള്ളത് പട്ടാഭി സീതാരാമയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് പുരുഷോത്തം ദാസാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് വേദി നാസിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനം. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. അധ്യക്ഷനാരാണ്? UN ദബ്ബാറാണ്. 1955 ആവടി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചതാരാണ്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് പുരുഷോത്തം ദാസാണ്. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദബ്ബാറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി പ്രത്യേക സമ്മേളനത്തിൻ്റെ വനിതാ പ്രസിഡന്റായിരുന്നു ഇന്ദിരാഗാന്ധി. ഓക്കെ, 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 1985 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു രാജീവ് ഗാന്ധി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാണ്? പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റാണ് സീതാറാം കേസരി. 1997 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് സീതാറാം കേസരി. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി. എൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി പ്രത്യേക സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ഇന്ദിരാഗാന്ധി. 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയാണ്. 1985 ബോംബെ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സീതാറാം കേസരിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? സോണിയാഗാന്ധിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.